ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അശ്വിനി അൺഫിൽറ്റേർഡ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കയ്യിലാണെങ്കിലേ ഒരു ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ അടുത്തുള്ളൊരു പ്ലാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനകത്ത് ചെടി നടാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പകരം ഒരു പോണ്ട് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ അക്വേറിയം ഷോപ്പിൽ പോയപ്പോൾ കുറച്ച് സാൻഡൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വൈറ്റ് കളറും അതേപോലെ തന്നെ ബ്ലാക്ക് കളറും സാൻഡാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. കാരണം നമുക്ക് മീനിനെ അതിനകത്ത് ഇടണ്ടല്ലേ. അപ്പോൾ എന്തെങ്കിലും കെമിക്കൽസിൻ്റെയോ എന്തെങ്കിലും കണ്ടൻ്റ് ഉണ്ടെങ്കിൽ അത് മീൻ ചത്തു പോകണ്ടെന്ന് വെച്ചിട്ടാണ് അത് ഞാൻ വൃത്തിക്ക് കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ വൈറ്റ് കളർ സാൻഡാണ് കഴുകിയെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ആ ബ്ലാക്ക് കളർ സാൻഡും കൂടി ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ടൈം കണ്ടെത്തുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് കിട്ടുന്നത്. ഇങ്ങനെ ഈ പ്രകൃതിയായിട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ആസ്വദിക്കേണ്ടതാണ്. നമ്മുടെ ഒരുപാട് ബിസി ഷെഡ്യൂളായിട്ടുള്ള ഒരു ടൈമിൽ നമുക്കിതിനൊന്നും സമയം കിട്ടാറില്ല. പക്ഷേ എങ്കിലും ഇങ്ങനെ കുറേയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാൻ നമ്മുടെ പോണ്ടിന് ഒരു നാച്ചുറൽ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ അയ്യത്ത് കിടന്ന ഒരു കാപ്പിയുടെ കമ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് വന്ന് ഇപ്പോൾ കട്ട് ചെയ്യുകയാണ്. അതിനെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലേ അക്വേറിയം ഷോപ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വെള്ളം കലങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം, നമ്മുടെ ചട്ടിയിലെ ആ ചട്ടി ഞാൻ ഇവിടെ വെക്കുകയാണ്. ഇതിന് ഹോൾസ് ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോയുടെ ഇതിൽ കാണിച്ചതിൽ ഹോളുണ്ടായിരുന്നു, അതില്ലാണ്ട് ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ആ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആ ചട്ടിയുടെ താഴ്ചയുള്ള ഭാഗത്ത് ഞാൻ കല്ലും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാൻഡ്, വെള്ള കളറിലുള്ള സാൻഡ് നമ്മളിപ്പോൾ അവിടെ മൊത്തം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഗ്യാപ്പുള്ള ഭാഗത്തെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മുടെ കുറച്ച് സാൻഡും കൂടി ഉണ്ടായിരുന്നു. ആ സാൻഡ് കൂടി ഞാൻ കംപ്ലീറ്റ് അല്ലാതെ കിടക്കുന്ന ആ ഭാഗങ്ങളിലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ കാപ്പിയുടെ കമ്പിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ പാർട്സായിട്ട് ഒടിച്ചു വെച്ചിട്ടില്ലേ, അപ്പോൾ ആ ഒരു ഇത് ഞാൻ ഓരോ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ സോയിലില്ലേ, ബ്ലാക്ക് സോയിൽ, ആ സോയിലും കൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് വെക്കണം. ഞാനൊരു പാത്വേ പോലെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ആറ്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കല്ലുണ്ടല്ലോ, അതും ഞാൻ അവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫോക്സ് ടെയിൽ, ഈ ഒരു പ്ലാന്റും കൂടി ഞാൻ ഓരോ ഭാഗത്തായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ കളർ അവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഫോക്സ് ടെയിൽ അവിടെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു അപ്പിയറൻസ് കാണാൻ. ഇനിയും ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മുടെ പോൺ മേക്കോ വീഡിയോയിൽ, ആ മെക്സിക്കൻ സ്വേർഡിൻ്റെ തന്നെ അറ്റത്ത് കുറച്ച് സീഡ് അതിൽ തന്നെ വന്ന് കിളിച്ച് തൈയായിട്ട് നിൽപ്പുണ്ടെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇനിയും ഇതിൻ്റെ ഒരു കോർണർ ഭാഗത്ത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ വേരൊക്കെ ആ ഒരു വുഡൻ ഒരു ഇതിലൂടെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിനി ബാക്കി വെള്ളവും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് നമ്മുടെ മീനെ ഇടണം. അപ്പോൾ ഞാനിതിൽ നമ്മുടെ പ്ലാറ്റിയെ മാത്രം ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓറഞ്ച്, ഒരു റെഡിഷ് ഓറഞ്ച് കളറ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുമ്പം നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് പ്ലാറ്റിയാണ്. അപ്പോൾ ഞാൻ പ്ലാറ്റിയെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോ ബഡ്ജറ്റ് മേക്ക് ഓവറാണ്. നമ്മുടെ ചട്ടിക്ക് തന്നെ 50 രൂപയാണ് ഞാൻ കൊടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ സാൻഡ് ഞാൻ എടുത്തത് 1/2 കിലോയുള്ളായിരുന്നു. 1/2 കിലോയ്ക്ക് 20 രൂപയായിരുന്നു. അപ്പം
പിന്നെ ഫോക്സ് ടെയിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കിപ്പം ലോക്കലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യുക, നമ്മുടെ ആറ്റിൽ നിന്നൊക്കെ കുറച്ച് കല്ല് പറക്കുക, എന്നിട്ട് അത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇടയ്ക്കൊക്കെ നമുക്ക് പോയി നോക്കാനൊക്കെ ഒരു ഭംഗിയുള്ള ഏരിയയാണ്. ഒരു കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഫീൽ ചെയ്യും ഈ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന കാണുമ്പം. അപ്പം നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചില സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെ അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ബഡ്ജറ്റിൽ ഇങ്ങനെ ഒരു പോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് റൂമിൻ്റെ ഒരു സൈഡിൽ തന്നെ ഇതേപോലെയുള്ള ഒരു ലിവിങ് കോർണർ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ വരും വരേക്കും ഓക്കെ, ബൈ ബൈ, സീ യു.